സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ മുഖ്യ അതിഥിയായി മോഹൻലാലിനെ പങ്കെടുപ്പിക്കരുത് എന്നാവശ്യപ്പെട്ട് 107 പേർ ഒപ്പിട്ട ഭീമഹർജി മുഖ്യമന്ത്രിക്ക് നൽകി. നടൻ പ്രകാശ് രാജ്, എഴുത്തുകാരായ NS മാധവൻ, സേതു, സച്ചിദാനന്ദൻ, സംവിധായകരായ രാജീവ് രവി, ഡോക്ടർ ബിജു എന്നിങ്ങനെ സാംസ്കാരിക ചലച്ചിത്ര മാധ്യമ പ്രവർത്തകരാണ് ഭീമഹർജി നൽകിയിരിക്കുന്നത്. കേരളത്തിലെ ചലച്ചിത്ര പ്രവർത്തകർക്ക് നൽകുന്ന ഏറ്റവും ഉന്നതമായ അവാർഡാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം. അത് നൽകേണ്ടത് അത്രത്തോളം ഗൗരവത്തോടു കൂടി ആയിരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ സാംസ്കാരിക ചലച്ചിത്ര പ്രവർത്തകർ കത്ത് നൽകിയിരിക്കുന്നത്. ദേശീയ പുരസ്കാരം രാഷ്ട്രപതി നൽകുന്നതുപോലെ മുഖ്യമന്ത്രി അവാർഡ് സമ്മാനിക്കുന്ന രീതിയാണ് കേരളത്തിലും വേണ്ടത്. മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും പുറമെ മുഖ്യ അതിഥികൾ ഉണ്ടാകുന്നത് പരിപാടിയുടെ ശോഭ കെടുത്തും. തങ്ങൾക്കൊപ്പം മത്സരിച്ച ഒരാളെ മുഖ്യാതിഥിയായി കൊണ്ടുവരുന്നത് വിജയികളെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും കത്തിൽ പറയുന്നു. താരനിശകളും സൂപ്പർ താരങ്ങളുമില്ലാതെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ബഹുമതിയായി ചലച്ചിത്ര പുരസ്കാരങ്ങൾ നൽകുകയാണ് വേണ്ടതെന്ന് സംവിധായകൻ ഡോക്ടർ ബിജു പ്രതികരിച്ചു. ഈ ഒരു താര ആരാധനയൊക്കെ മാറ്റിവെച്ചിട്ട് ഇതൊരു വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടിന് കൊടുക്കുന്ന ഒരു സർക്കാരിന്റെ ഒരു ആദരവാണ് എന്നുള്ള തരത്തിലേക്ക് അത് മാറ്റേണ്ടതാണ്. ഇത്തവണത്തെ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ മുഖ്യാതിഥിയായി മോഹൻലാലിനെ ക്ഷണിക്കാമെന്ന നിർദ്ദേശം സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലനാണ് മുന്നോട്ട് വെച്ചതെന്നാണ് വിവരം. അപ്പോൾ തന്നെ വലിയ പ്രതിഷേധം സിനിമാ മേഖലയിൽ നിന്ന് ഉയർന്നിരുന്നു. മീഡിയ 1 കൊച്ചി. താരശോഭ കൂട്ടാൻ മോഹൻലാലിന്റെ സാന്നിധ്യം ആവശ്യമാണ് എന്ന് സർക്കാർ കരുതിയത് ഔചിത്യമായോ? സ്പെഷ്യൽ എഡിഷൻ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ഇന്ന് ഇത് കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിവാദ വിഷയം എന്ന നിലയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എന്നോടൊപ്പം ഇന്ന് അതിഥികളായി എത്തിയിരിക്കുന്നത് സംവിധായകൻ ശ്രീ MA നിഷാദ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു കൊച്ചിയിൽ നിന്ന്. CPMന്റെ ശ്രീ SK സജീഷ് അല്പസമയത്തിനകം തന്നെ ഈ ചർച്ചയുടെ ഭാഗമാകും കോഴിക്കോട്ട്. കോൺഗ്രസിന്റെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ ചർച്ചയിൽ പങ്കെടുക്കും അല്പസമയത്തിനകം തന്നെ. മാധ്യമപ്രവർത്തകനും സാമൂഹ്യ നിരീക്ഷണവുമായ ശ്രീ OK ജോണി വയനാട്ടിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. സിനിമാ നിരൂപക അപർണ പ്രശാന്തി മലപ്പുറത്ത് നിന്നും ചർച്ചയിൽ പങ്കെടുക്കും. സംവിധായകൻ ഡോക്ടർ ബിജു ഉണ്ടാകും ടെലഫോണിൽ. മോഹൻലാലിനെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ദാനവേദിയിൽ മുഖ്യാതിഥിയായി പങ്കെടുപ്പിക്കുന്നതിൽ ഔചിത്യമുണ്ടോ? സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യും ഈ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ OK ജോണി, സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച ഭീമഹർജിയിൽ ഒപ്പുവെച്ചിരിക്കുന്ന 105 പേരിൽ ഒരാളാണ് താങ്കൾ എന്ന നിലയ്ക്കാണ് ഈ ചർച്ച. ശ്രീ OK ജോണി, താങ്കളോട് ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മലയാള സിനിമയിലും മലയാളി പ്രേക്ഷകർ സമൂഹത്തിനും ഇടയിൽ മോഹൻലാലിൻ്റെ മേൽവിലാസം അമ്മ എന്ന താരസംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്കല്ല, മലയാളത്തിൻ്റെ യശസ് ഉയർത്തിയ മഹാനടൻ എന്ന നിലയിലാണ്. അങ്ങനെയുള്ള മോഹൻലാലിനെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വേദിയിൽ മുഖ്യ അതിഥി ആക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ എന്താണ് അനൗചിത്യം? ഗോപി പറഞ്ഞ പോലെ ആ നിവേദനത്തിൽ കേരളത്തിലെ പ്രമുഖരായ ചലച്ചിത്ര പ്രവർത്തകരോടൊപ്പം ഒപ്പുവെച്ച പല ആളുകളിൽ ഒരാളാണ് ഞാനും. ആ നിവേദനത്തിൽ മുഖ്യമന്ത്രിയോട്, സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് ചലച്ചിത്ര പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് സംസ്ഥാന ചലച്ചിത്ര വിതരണ ചടങ്ങ്, അവാർഡ് ദാന ചടങ്ങിന് ഇത്ര നാളും പുലർത്തി പോന്നിരുന്നത് മട്ടിലുള്ള ഒരു ഗൗരവം ഉണ്ടാകണം എന്നത് മാത്രമാണ്. അതിലൊരു താരത്തിൻ്റെ സാന്നിധ്യം ആവശ്യമില്ല. ഇപ്പോൾ മോഹൻലാലിൻ്റെ താരപ്രഭാവമാണ് ഒരു പരിഗണനയെങ്കിൽ താരപ്രഭാവമുള്ള മമ്മൂട്ടിയെ പോലുള്ള വേറെയും വലിയ നടീനടന്മാർ കേരളത്തിലുണ്ട്. അതാണ് നിവേദനത്തിൽ ആവശ്യപ്പെടുന്നത്. ഈ ഔചിത്യമില്ലായ്മയാണ്. കാരണം അങ്ങനെ ഒരു അവിടെ ഈ അവാർഡ് ദാന ചടങ്ങിലെ മുഖ്യാതിഥികൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അവാർഡ് ജേതാക്കളാണ്. അവാർഡ് ജേതാക്കളെക്കാളും വലിയ മുഖ്യ പദവിയുള്ള ആളുകൾ ഒരു അവാർഡ് ദാന ചടങ്ങിൽ ഉണ്ടാവില്ല. അതാണ് നിവേദനത്തിൽ പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ നിവേദനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങളും എനിക്ക് ഇത്തരം ഒരു താര സാന്നിധ്യമുണ്ടാകണമെന്ന സർക്കാരിൻ്റെ ഈ നിലപാടിനോട് എനിക്കൊരു വിയോജിപ്പുള്ളത്. മോഹൻലാൽ വലിയ നടനെന്ന നിലയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം മികച്ച നടനുമാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒരു പ്രശസ്ത നടനെന്നോ വലിയ നടനെന്നോ ഉള്ള നിലയിൽ മാത്രമല്ല ഞാൻ ഇതിനെ കാണുന്നത്. അദ്ദേഹം ചലച്ചിത്ര താരങ്ങളുടെ ഒരു സംഘടനയായ
അമ്മ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയുടെ ഭാരവാഹിയാണ്, അതിൻ്റെ പ്രസിഡന്റാണ് അദ്ദേഹം. ആ പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഈ സമീപകാലത്ത് നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ വാസ്തവത്തിൽ സാംസ്കാരിക കേരളത്തെ അമ്പരപ്പിക്കുന്നതും അത് അർഹിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഈ പ്രസ്താവന മാത്രമല്ല, കേരളത്തിലെ ഒരു പ്രമുഖ ചലച്ചിത്ര നടി ഹീനമാം വിധം ആക്രമിക്കപ്പെട്ടപ്പോൾ ആ വേട്ടക്കാരോടൊപ്പം നിൽക്കാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നേതൃത്വം നൽകുന്ന സംഘടനയും സ്വീകരിച്ചത് എന്നതുകൊണ്ട് കൂടിയാണ് ഞാൻ ആ നിവേദനത്തിൽ ഒപ്പുവെച്ചത്. താങ്കൾ ഈ നൽകിയിട്ടുള്ള വിശദീകരണത്തിൽ 2 ഭാഗങ്ങളുണ്ട്. അതിൽ ആദ്യം പറഞ്ഞത് നിവേദനത്തിൽ പൊതുവായി ഈ ഭീമഹർജിയിൽ പൊതുവായി പറഞ്ഞിട്ടുള്ള കാരണമാണ്. രണ്ടാമതായി താങ്കൾ പറഞ്ഞത് താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനവുമാണ്. ഇനി താങ്കൾ ആദ്യം പറഞ്ഞ ഭാഗത്തേക്ക് വരാം. ഈ അവാർഡ് ജേതാക്കളെ ആദരിക്കുന്ന ചടങ്ങിൽ താരശോഭ കൂട്ടാൻ എന്തിനാണ് മോഹൻലാലിനെ പോലൊരാളെ കൊണ്ടുവരുന്നത് എന്നതിൽ അനൗചിത്യമാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. ഇത് ആദ്യത്തെ തവണയല്ലല്ലോ ശ്രീ OK ജോണി മോഹൻലാൽ മുഖ്യാതിഥിയായി എത്തുന്നത്. 2015 അദ്ദേഹം മുഖ്യാതിഥിയായിരുന്നു. 2016 നടന്ന അവാർഡ് ദാന ചടങ്ങിൽ എനിക്ക് തോന്നുന്നു മറ്റൊരാൾ ഭാഗ്യരാജാണെന്ന് തോന്നുന്നു, അദ്ദേഹം മുഖ്യാതിഥിയായി എത്തിയിട്ടുണ്ട്. അപ്പോൾ മുഖ്യാതിഥികൾ ഈ ചടങ്ങിൻ്റെ ശോഭ കൂട്ടാൻ കൊണ്ടുവരുന്ന ഒരു രീതി ഇതാദ്യമായിട്ടല്ല. അന്നൊന്നുമില്ലാത്ത പ്രതിഷേധം എന്തിനിപ്പോൾ? ഗോപി, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചലച്ചിത്ര കലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങൾ ചലച്ചിത്ര മാധ്യമത്തിനും ചലച്ചിത്ര ഭാഷയ്ക്കും അതിൻ്റെ ഉള്ളടക്കത്തിലും പ്രമേയത്തിലുമൊക്കെ കാലാനുസൃതം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ വമ്പിച്ച ഗുണപരമായ മാറ്റങ്ങളെ അതിനെ പിന്തുണയ്ക്കുന്ന, അതിന് സംഭാവനകൾ അർപ്പിക്കുന്ന ആളുകൾക്ക് നൽകുന്ന അവാർഡുകളാണ് സാങ്കേതിക കലാകാരന്മാർക്കും എഴുത്തുകാർക്കും പാട്ടുകാർക്കും എല്ലാ മേഖലയിലുമുള്ള ഏറ്റവും മികവാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ആളുകൾക്കാണ് സിനിമയിലെ ഈ അവാർഡ് നൽകുന്നത്. ഒരു സംസ്ഥാനം നൽകുന്നതാണ്, ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ അവാർഡല്ല. അത് ഈ മലയാളികൾ നൽകുന്ന, ഔദ്യോഗികമായി കേരള സംസ്ഥാനം നൽകുന്ന ഒരു അവാർഡാണ്. അതിന് താരങ്ങളല്ല വാസ്തവത്തിൽ. അത് ഇപ്പോൾ നമുക്കറിയാം, താരങ്ങളിൽ നിന്നൊക്കെ താരങ്ങളുടെ താരപരിവേഷത്തിൻ്റെയും അത്തരം മസാല സിനിമകളുടെയൊക്കെ ഒരു ജീർണ സംസ്കാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മലയാള സിനിമയിൽ ഒരു വലിയ പുതുനിര ചലച്ചിത്ര പ്രവർത്തകർ വന്നിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം അവർ അറിയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ചലച്ചിത്രകലയിലെ ചലച്ചിത്ര വ്യവസായത്തിനല്ല, ചലച്ചിത്ര വ്യവസായം എന്ന് പറയുന്ന ഒരു സംഗതി യാഥാർത്ഥ്യമാണെങ്കിലും അതിനേക്കാൾ ഉപരി ചലച്ചിത്രം ഒരു കല എന്ന നിലയിൽ, ഒരു സാമൂഹികമായ ഒരു സാംസ്കാരിക ഉൽപ്പന്നം എന്ന നിലയിൽ അതിനെ ഗൗരവപൂർവ്വം വീക്ഷിക്കുന്ന, അതിനെ ഉപയോഗിക്കുന്ന നല്ല കലാകാരന്മാർക്കും കലാകാരികൾക്കുമുള്ള ബഹുമതിയാണ് നൽകുന്നത്. അത്തരമൊരു വേദിയിൽ താരസാന്നിധ്യം എന്നൊക്കെ പറയുന്നത് ഒരുതരം മൂന്നാംകിട തെരുവ് സംസ്കാരത്തിൻ്റെ ലക്ഷണമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ലോക സിനിമയിൽ ഇന്ത്യൻ സിനിമയിൽ വലിയ സംഭാവനകൾ അർപ്പിച്ചതിൻ്റെ പേരിൽ ലോകം ആദരിക്കുന്ന ഒരു വലിയ ചലച്ചിത്രകാരൻ കേരളത്തിൽ ഈ തലസ്ഥാന നഗരിയിൽ ജീവിച്ചിരിപ്പുണ്ട്. അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള വലിയ ഒരു ചലച്ചിത്രകാരൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമായിരുന്നു അവിടെ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നതെങ്കിൽ ഞാൻ അതിനോട് വിയോജിക്കുമായിരുന്നില്ല. ചലച്ചിത്ര കലയ്ക്കല്ല, ചലച്ചിത്ര വ്യവസായത്തിൽ പ്രമുഖനായിട്ടുള്ള ഒരു മോണോപ്പൊളിയുള്ള താരപരിവേഷമുള്ള ഒരു ആൾ, ചലച്ചിത്ര സംഘടനയിലെ പ്രമുഖനായ ഒരാൾ, അത്തരം പരിഗണനകളൊന്നും ചലച്ചിത്ര കലയുടെ ഭാഗമല്ല. അത് സംസ്കാരത്തിൻ്റെയും ഭാഗമല്ല, അത് കച്ചവടത്തിൻ്റെ ഭാഗമാണ്. അത് വേണമെങ്കിൽ ഒരു വ്യവസായ വകുപ്പോ ചലച്ചിത്രം ഒരു വ്യവസായമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സിനിമാ കച്ചവടക്കാർ വ്യവസായ വകുപ്പ് നടത്തട്ടെ അത്തരം കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് മോഹൻലാലിൻ്റെ സാന്നിധ്യം സർക്കാർ ക്ഷണിച്ചു വരുത്തുമ്പോൾ അതൊരു അനൗചിത്യമായി മാറുന്നത് എന്നതിന് ഈ ഭീമഹർജിയിൽ നൽകിയിട്ടുള്ള വിശദീകരണമാണ് ഒന്നാം ഭാഗത്തിൽ ശ്രീ OK ജോണി നമ്മുടെ മുന്നിൽ വിശദീകരിച്ചത്. രണ്ടാമതായി അദ്ദേഹം പറയുന്നു, പുതിയ ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ ബിജു ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലും അദ്ദേഹം ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ പുതിയ സാഹചര്യങ്ങളെ മനസ്സിലാക്കാതിരിക്കുകയാണോ ഈ സർക്കാർ ചെയ്യുന്നത്? കാരണം ആക്രമിക്കപ്പെട്ട നടിക്ക് നേരെ ഈ അമ്മ എന്ന സംഘടന സ്വീകരിച്ച സമീപനവും ദിലീപിനെ തിരിച്ചെടുത്തതിലൂടെ അത് പൊതുസമൂഹത്തിന് നൽകിയ സന്ദേശവും ഒക്കെ വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് അമ്മയുടെ പ്രസിഡന്റ് കൂടിയായ മോഹൻലാലിനെ സർക്കാർ നടത്തുന്ന ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് അനൗചിത്യമായി പോയി എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെടുന്നത്. ഈ 2 വാദങ്ങളോടും താങ്കൾക്ക് യോജിപ്പുണ്ടോ?
രണ്ട് വാദങ്ങളിൽ ഒന്നാമത്തെ വാദം ശ്രീ ഒ.കെ. ജോണിയെ പോലുള്ളവരുടെ ചലച്ചിത്ര അക്കാദമിയിൽ ഉള്ള ഭീമ ഹർജി. രണ്ടാമത്തെ വാദം അദ്ദേഹം തന്നെ പറഞ്ഞ വ്യക്തിപരമായ ഇതാണ്. ആ വ്യക്തിപരമായ എനിക്ക് പിന്നെ സംസാരിക്കാം. ആദ്യം പറഞ്ഞ വാദത്തിലേക്ക് വരാം. ശ്രീ മോഹൻലാൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കുറേ വരട്ട് വാദങ്ങളോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, എന്തിനാണ് മോഹൻലാലുടെ അയിത്തം? ശ്രീ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ വാണിജ്യവൽക്കരിക്കപ്പെട്ട വ്യക്തി മാത്രമാണോ? അത് മലയാള സിനിമയുടെ മലയാള സിനിമ വ്യവസായമാണ്. മലയാള സിനിമയിൽ കാശ് മുടക്കുന്നവന് കാശ് തിരിച്ച് കിട്ടണ്ടേ? അല്ലാതെ പിന്നെ ഒരു സോഷ്യൽ ഇതിനു വേണ്ടി മാത്രമായിട്ട് അങ്ങോട്ട് സിനിമ ഉണ്ടാക്കി കൊടുക്കുകയാണോ? അല്ലല്ലോ, അതൊരു വ്യവസായമാണ്. എത്രയോ കുടുംബങ്ങൾ ജീവിക്കുന്നു. അപ്പോൾ അവിടെ അല്ലെങ്കിൽ വാണിജ്യവൽക്കരിച്ച ഒരു നടനായിട്ടാണ് ശ്രീ ഒ.കെ. ജോണി മോഹൻലാലിനെ പ്രൊജക്റ്റ് ചെയ്തത്. കഷ്ടം തോന്നുന്നുണ്ട്, എനിക്ക് പുച്ഛവും തോന്നുന്നു. കാരണം മോഹൻലാൽ എന്ന് പറയുന്നത്, ഞാൻ മോഹൻലാലിൻ്റെ ആരാധകനോ അല്ല മോഹൻലാലിൻ്റെ രാഷ്ട്രീയത്തിലൂടെ ഒന്നും യോജിക്കുന്ന ഒരാളല്ല. ശ്രീ മമ്മൂട്ടിയും ശ്രീ മോഹൻലാലിനെയും പോലുള്ള നടന്മാർ മലയാള സിനിമയ്ക്ക് യാതൊരു സംഭാവനയും നൽകിയിട്ടില്ലേ? എനിക്ക് അത്ഭുതം തോന്നുന്നു അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഇത്രയും വലിയൊരു വ്യക്തിയൊക്കെ ഇങ്ങനെ പറയുന്നു. വാനപ്രസ്ഥം പോലെയുള്ള സിനിമ ഏത് ജേണറിലും നിങ്ങൾ പെടുത്തും? പറയൂ. കിരീടം പോലുള്ള സിനിമ, വാസ്തുഹാര പോലുള്ള സിനിമ ഏത് ജേണറിലും നിങ്ങളെടുത്തു? അതും വാണിജ്യവൽക്കരിക്കപ്പെട്ട സിനിമകളാണോ? അപ്പോൾ വാണിജ്യവൽക്കരിക്കപ്പെട്ട ഒരു നടൻ മാത്രമാണോ മോഹൻലാൽ? മമ്മൂട്ടിയും മോഹൻലാലും ഒന്നും ഓടിളക്കി കുറച്ച് താഴെ വന്നവരല്ല. ഒരുപാട് നല്ല സിനിമകൾ അഭിനയിച്ച് അവരുടെ പ്രതിഭ പ്രേക്ഷകർ അംഗീകരിച്ച് 40 വർഷമായിട്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടന്മാരാണവർ. ശരിയാണ്, വ്യാവസായികമായി കൊമേഴ്ഷ്യലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തന്നെയാണവർ. അവരെ കാണിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ ആളുകൾ കയറുമെന്നുള്ളത് കച്ചവടത്തിൻ്റെ കാര്യം. കലയും കച്ചവടവും കൂടി ചേർന്നൊക്കെ തന്നെ സിനിമ. കല മാത്രമായിട്ട് സിനിമയെ കാണുന്നവരുണ്ട്, കച്ചവടമായിട്ട് സിനിമയെ കാണുന്നവർ. രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത് സിനിമ എന്ന് പറയുന്നൊരു വലിയ വ്യവസായം തന്നെയാണ് ശ്രീ ഒ.കെ. ജോണി. താങ്കൾ പറഞ്ഞതിനോടൊത്തും പൂർണ്ണമായി ഞാൻ എതിർക്കുന്നില്ല. താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തിൽ വലിയൊരു പോയിൻ്റുണ്ട്. ഇതൊരു താരനിശയാക്കി മാറ്റരുത്. സർക്കാർ അത് ചെയ്യുന്നില്ല. ചലച്ചിത്ര അക്കാദമി അതിൽ നിന്ന് പിന്മാറി. പക്ഷേ കഴിഞ്ഞ വർഷത്തെ അവാർഡ് ദാന ചടങ്ങിൽ ശ്രീ വിനായകന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ അവാർഡ് ശ്രീ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ചലച്ചിത്ര അവാർഡ് നടക്കുമ്പോൾ, പുരസ്കാരം നടക്കുമ്പോൾ എല്ലാവരും വരണം, മാറി നിൽക്കരുത്, വലിയ നടന്മാരുൾപ്പെടെ ഉള്ളവർ വരണമെന്നുള്ള അദ്ദേഹം ആഹ്വാനം ചെയ്തൊരു കാര്യമാണ്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇത്തവണ ശ്രീ എ.കെ. ബാലനെ ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ മറ്റ് കാര്യങ്ങൾക്കും സംഘടനയുടെ കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് വന്ന് കാണുമ്പോൾ, അദ്ദേഹം അമ്മയുടെ പ്രസിഡൻ്റാണ്, അത് ശരി തന്നെയാണ്. ഇന്നലെയാണ് ആയത്, എന്നും അമ്മയുടെ പ്രസിഡൻ്റ് ആയിരുന്നില്ല. അദ്ദേഹം വന്ന് അവരെ കണ്ടു. അദ്ദേഹം ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ടപ്പോൾ മന്ത്രി ആവശ്യപ്പെടുകയാണ് ചെയ്തത്, ഞാൻ അറിഞ്ഞതാണ്, നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സഹകരിക്കണം, അവാർഡ് പോലെയുള്ള കാര്യങ്ങൾ വിളിക്കുമ്പോൾ വരണം. അപ്പോൾ ശ്രീ മോഹൻലാൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, എനിക്ക് ഒഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ അറിയിച്ചാൽ വരാൻ നോക്കാമെന്ന് പറഞ്ഞു. ഇതുവരെ ഔദ്യോഗികമായിട്ട് മോഹൻലാലിന് ഒരു അറിയിപ്പ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. അത് കിട്ടാത്തിടത്തോളം കാര്യം എന്തിനാണ് ഈ പടപ്പുറപ്പാടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ശരി, ഞാൻ വരാം. ശ്രീ എസ്.കെ. സജീഷിലേക്കാണ് ഇനി ഞാൻ പോകുന്നത്. ഞാനൊന്ന് പറയട്ടെ. ഇനി മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ പറയൂ. ഇനി മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മാറ്റ് കുറയുമോ? ഇന്ദ്രൻസ് മോഹൻലാലിനോട് മത്സരിച്ച് ജയിച്ചു, ആയിക്കോട്ടെ. അങ്ങനെ വർഷക്കണക്ക് തൊട്ടാണോ മോഹൻലാലിൻ്റെ പ്രതിഭയെ ഇതാക്കേണ്ട കാര്യം? അപ്പോൾ ഓരോ സമയത്ത് മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ ആ പരിപാടിയുടെ യശസ്സ് കൂടുമെന്നല്ലാതെ മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വീഴ്ചയും. ഞാൻ ഇത്തവണത്തെ ചലച്ചിത്ര പുരസ്കാരം കിട്ടിയ ആളാണ്. ഞാനത് സന്തോഷത്തോടെ ഏറ്റുവാങ്ങി. ശരി, ഞാൻ ഒരു കാര്യം സമ്മതിക്കുന്നു, താരദിശ വേണ്ട എന്ന് തീരുമാനിച്ചത് ശ്ലാഘനീയമായ കാര്യം. താരപദവി അലങ്കരിക്കുന്ന മോഹൻലാലിനെ പോലെ ഒരാളെ സർക്കാർ ക്ഷണിച്ചു വരുത്തി അവിടെ ഇന്ദ്രൻസിനെ പ്രധാന നടനായി തിരഞ്ഞെടുത്ത് അവാർഡ് നൽകുന്ന ആ വേദിയിൽ കൊണ്ടിരുത്തുന്നത് തികഞ്ഞ അനൗചിത്യമാണ് എന്നതാണ് സർക്കാർ നൽകിയിരിക്കുന്ന ഭീമ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തവണ താങ്കൾക്കറിയാം, കണ്ണൂരിൽ വെച്ച് ഈ അവാർഡ് ദാന ചടങ്ങ് നടന്നപ്പോൾ ഇന്നസെൻ്റ് MP, അമ്മ പ്രസിഡൻ്റായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധിയായി നിൽക്കുന്ന ഇന്നസെൻ്റ് അടക്കമുള്ളവർ ആ വേദിയിൽ വരാതിരുന്നപ്പോൾ ശക്തമായ ഭാഷയിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ നിലപാടിനെ വിമർശിച്ചത്. നിങ്ങളെപ്പോലുള്ളവർ ഈ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഈ കലാകാരന്മാർക്ക് പ്രോത്സാഹനം നൽകുകയാണ് വേണ്ടത്, അല്ലാതെ ഇത്തരം ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടവരല്ല നിങ്ങൾ എന്നാണ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്. ആ സർക്കാരാണ് ഇന്ന് ഇത്രയധികം വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്ന മോഹൻലാലിനെ ക്ഷണിച്ചു വരുത്തി വേദിയിലിരുത്താൻ പോകുന്നത്. അത് വിമർശിക്കപ്പെടേണ്ടതല്ലേ?
ശ്രീ ഗോപികൃഷ്ണൻ, ഇതിലുള്ള പ്രധാനപ്പെട്ട വിഷയം ഒന്ന്, നേരത്തെ ശ്രീ നിഷാദ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഔദ്യോഗികമായി ഒരു തീരുമാനം എടുത്തിട്ടില്ല. ആ തീരുമാനത്തെക്കുറിച്ച് ഔദ്യോഗികമായി എവിടെയും പറഞ്ഞിട്ടുമില്ല. നമ്മളിപ്പോൾ വിവാദം ആരംഭിച്ചിരിക്കുകയാണ്. വിവാദം നടക്കട്ടെ. കാരണം പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിവാദം ഉണ്ടാക്കാം, പ്രശ്നമില്ല. പക്ഷേ ഇതിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വർഷത്തെ ചടങ്ങിനകത്ത് ശ്രീ മോഹൻലാൽ പങ്കെടുക്കുന്നു എന്ന് അനൗപചാരികമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 2015 കോട്ടയത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ശ്രീ മോഹൻലാൽ പങ്കെടുത്തിരുന്നല്ലോ. 2016 പിന്നെ തമിഴ്നാട്ടിലുള്ള ഭാഗ്യരാജ് പങ്കെടുത്തിരുന്നല്ലോ. 2017 ഈ പറഞ്ഞ തലശ്ശേരിയിൽ നടന്ന ചടങ്ങിൽ ഷീല ഉണ്ടായിരുന്നല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് 16 ചടങ്ങിൽ മമ്മൂട്ടിയെ ക്ഷണിച്ചിരുന്നു. ശ്രീ മമ്മൂട്ടിക്ക് വരാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് പങ്കെടുക്കാതിരുന്നതെന്നാണ്. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതൊരു വിഷയമാക്കിയെടുക്കാനും ഒരു വിവാദമാക്കിയെടുക്കാനും ഒക്കെ ശ്രമം നടത്തുന്നു. അതിൻ്റെ ഒന്നും ഒരു കാര്യവുമില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ സർക്കാരിൻ്റെ അഭിപ്രായം സർക്കാർ വളരെ വ്യക്തമായി പറയും. അതിനു മുമ്പേ ചില വിവാദങ്ങൾ കുത്തിപ്പൊക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ്. സജീഷ് ആദ്യം പറഞ്ഞ ഒരു കാര്യത്തോടുള്ള എൻ്റെ വിയോജിപ്പ് ഞാൻ തുടക്കത്തിൽ രേഖപ്പെടുത്തട്ടെ. സജീഷ് പറഞ്ഞു ഇതിൽ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് പുറത്തു വന്നിട്ടില്ലല്ലോ എന്ന്. ചലച്ചിത്ര അക്കാദമിയുടെ ജനറൽ കൗൺസിൽ യോഗത്തിൽ മന്ത്രി തന്നെയാണ് ഈ കാര്യം പറഞ്ഞത്. മോഹൻലാൽ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നുണ്ട് സർക്കാരിൻ്റെ ക്ഷണമെന്ന്. അതിൽ നിരാശയുള്ളവർ, പ്രതിഷേധമുള്ളവർ അവരുടെ അഭിപ്രായങ്ങൾ അപ്പോൾ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ജൂറി അംഗം കൂടിയായ ഡോക്ടർ ബിജു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹം ഈ മോഹൻലാലിനെ മുഖ്യാതിഥിയായി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ക്ഷണം സർക്കാർ നടത്തിയിട്ടുണ്ടെന്നും അതിന് അനുഭാവപൂർവ്വം മറുപടി മോഹൻലാൽ നൽകിയിട്ടുണ്ട് എന്ന് മന്ത്രി യോഗത്തിൽ അറിയിച്ചു എന്ന കാര്യവും പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഔദ്യോഗികമായ ക്ഷണം ഉണ്ടായില്ല, അല്ലെങ്കിൽ അത് ഈ മാധ്യമങ്ങളിലൂടെ പുറത്തു വരേണ്ടിയിരുന്നു, അപ്പോഴാണ് അത് സ്ഥിരീകരിക്കപ്പെടുക എന്ന വാദം ദുർബലമായിരിക്കും. അല്ല, വാദം ദുർബലമാണോ അല്ലയോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ആരെങ്കിലും, ഞാൻ എങ്ങനെയാണ് ഈ വിഷയം അറിയുക? ഞാൻ ഈ വിഷയം അറിയുക ഔദ്യോഗികമായി പറയുമ്പോഴാണ്. ഔദ്യോഗികമായി പറയുമ്പോൾ മാത്രമേ അറിയൂ. ശ്രീ ഗോപികൃഷ്ണൻ എങ്ങനെ അറിയുന്നു? അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും എങ്ങനെ അറിയാൻ കഴിയുന്നത്? ആരെങ്കിലും ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലല്ല, അതിന്റെ അല്ലാത്ത അപ്പുറത്തേക്കുള്ള കൃത്യമായ ഔപചാരികമായ കൃത്യമായ കാര്യങ്ങൾ വരും. അങ്ങനെ മാത്രമാണ് അറിയേണ്ടതെന്ന് നിർബന്ധം പിടിക്കേണ്ടതില്ല സജീഷ്. ഞങ്ങളുടെ ജോലി അല്ല സജീഷ്, അങ്ങനെ മാത്രമാണ് അറിയേണ്ടതെന്ന് താങ്കളും നിർബന്ധം പിടിക്കേണ്ട. കാരണം നമ്മുടെ ജോലി മാധ്യമ പ്രവർത്തനമാണ്, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി, ഈ നൽകിയിരിക്കുന്ന ഭീമഹർജി അല്ല പറയാം, ഞാൻ താങ്കൾക്ക് സമയം തരും, അതിനാണല്ലോ ഞാൻ താങ്കളെ അതിഥിയായി ക്ഷണിച്ചിരുന്നത്. പക്ഷെ ഒരൊറ്റ കാര്യം, ഈ ഭീമഹർജിയിൽ ഒപ്പുവെച്ചിരിക്കുന്നവർ അക്കാദമി അംഗങ്ങളുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു ഔദ്യോഗിക അറിയിപ്പില്ലെങ്കിൽ അവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നത്? താങ്കൾ പറഞ്ഞോളൂ, താങ്കൾക്കുള്ളതാണ് സമയം. തീർച്ചയായും ഞാൻ പറയാം. ഒരു കാര്യം മനസ്സിലാക്കേണ്ട വിഷയം ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഔദ്യോഗികമായ നിലപാടുകൾ കൃത്യമായി പറയേണ്ടത് കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം ആ നിലപാട് പറയും. അതിനിടയിൽ നമുക്ക് നിലപാട് പറയാൻ കഴിയില്ല, കാരണം ഔദ്യോഗികമായി തീരുമാനിച്ച് പുറത്തു വന്നൊരു വിഷയമല്ല ഇത് എന്നതുകൊണ്ടാണ്. മറ്റൊന്ന് നാം കാണേണ്ടത്, ഇവിടെ ഓരോ കാര്യത്തിനായാലും കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് പോകുന്നത്. ഈ നടിയും ആക്രമിക്കപ്പെട്ട വിഷയമാണ് ഇതിൽ കൂട്ടിച്ചേർക്കുന്നതെങ്കിൽ ഇന്നത്തെ കോടതിയിൽ നടന്ന കാര്യങ്ങളിൽ ഗവൺമെന്റിനെ പ്രതിനിധീകരിക്കുന്ന വക്കീൽ കോടതിയിൽ ആവശ്യപ്പെട്ടത് നടി പറഞ്ഞതുപോലെ പ്രത്യേകമായ കോടതി അനുവദിക്കണം എന്നാണ്. അതായത് നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ ഇരയോടൊപ്പമാണ്, അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു, അവിടെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ഒരു വീഴ്ചയുമില്ല. രണ്ടാമത്തത് ഒരു സംഘടന എന്ന പേരിൽ, സംഘടനയുടെ പേരിലാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സംഘടന എന്നുള്ള പേരിൽ സംഘടന വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നു. ആ നിലപാടിനെ പലരും വിമർശിച്ചു, ഞങ്ങളെല്ലാവരും വിമർശിച്ചിട്ടുണ്ട്. ഒരു പൊതുജനാധിപത്യ സമൂഹത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയിൽ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടായിരിക്കണം നിലപാട് സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞു. ആ നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ സംഘടന അത് തിരുത്താൻ വേണ്ടി അതിനും ഒരു ചാലക ശക്തിയാകാൻ ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചു. ആ സംഘടനയുടെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ മോഹൻലാലിനെ തന്നെ മന്ത്രിയുടെ അടുത്ത് വന്ന സമയത്ത് വളരെ കൃത്യമായി ഒരു സംഘടന ജനാധിപത്യപരമായി സ്വീകരിക്കേണ്ട നിലപാട്, പൊതുസമൂഹത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്ത് എന്നുള്ളതിനെ പറ്റി കൃത്യമായി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദിലീപിൻ്റെ വിഷയത്തിൽ ഉൾപ്പെടെ സ്വീകരിച്ച നിലപാടിൽ മാറ്റമുണ്ടായി. മാത്രമല്ല WCCയുമായി ചർച്ച നടത്തണമെന്ന് കർശനമായി ആവശ്യപ്പെട്ടു. അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെട്ടു. ആ രീതിയിലുള്ള ജനാധിപത്യപരമായ നിലപാട് സ്വീകരിച്ചു. അത് വേറൊരു വിഷയമാണ്. അങ്ങനെ രണ്ട് വിഷയമായി കാണാൻ പറ്റില്ല. കാരണം എൻ്റെ ചോദ്യം,
അമ്മയുടെ പ്രസിഡന്റ് പദവി കൂടി അലങ്കരിക്കുന്നയാളാണ് മോഹൻലാൽ. അദ്ദേഹം മഹാനടനാണ്. അദ്ദേഹം കേരളത്തിലെ പ്രേക്ഷക സമൂഹത്തിൻ്റെ മനസ്സ് കവർന്ന വ്യക്തിയാണ്. മലയാളത്തിൻ്റെ യശസ് ഉയർത്തിയ വ്യക്തിയുമാണ്. തർക്കമേ ഇല്ല ആ കാര്യങ്ങളിലൊന്നും. തർക്കമുണ്ടാകുന്ന ഒരൊറ്റ പ്രശ്നത്തിലാണ്. അതായത് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റായി നിൽക്കുന്നു. അദ്ദേഹം ഈ പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത് നടന്ന ജനറൽ ബോഡി യോഗത്തിലാണ് ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള തീരുമാനമുണ്ടായി എന്ന കാര്യം പുറത്തു വരുന്നത്. അവിടെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നു. ഏതാനും നടിമാർ ഈ വിഷയത്തിൽ അവരുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് രാജിവെക്കുന്നു. അതിൽ അമ്മയുടെ നിലപാട് പൊതുസമൂഹത്തിന് മുന്നിൽ സംശയാസ്പദമായി നിൽക്കുന്നു. അവർക്കെതിരായുള്ള പ്രതിഷേധം ശക്തമാകുമ്പോഴാണ് അമ്മ പ്രസിഡന്റായി നിൽക്കുന്ന മോഹൻലാലിനെ സർക്കാരിൻ്റെ ഔദ്യോഗിക ചടങ്ങിലേക്ക് മുഖ്യാതിഥിയായി ക്ഷണിക്കുന്നത് എന്നത് ഈ വിഷയത്തിൽ അമ്മ സ്വീകരിച്ച നിലപാടുകളെ സർക്കാർ ആദരിക്കുന്നതിന് അംഗീകരിക്കുന്നതിന് തുല്യമായി വായിച്ചെടുക്കേണ്ടി വരും. അല്ല അതിനു മുമ്പാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ ശ്രീ മോഹൻലാൽ എത്തുമ്പോൾ നിങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, നിങ്ങൾ ജനാധിപത്യപരമായി സ്വീകരിക്കേണ്ട ചില നിലപാടിൽ മാറ്റം വരുത്തണം, WCC അംഗങ്ങൾ ചില പ്രതിഷേധങ്ങൾ അറിയിച്ചിട്ടുണ്ട്, ആ പ്രതിഷേധം കേൾക്കാൻ വേണ്ടി തയ്യാറാകണം. ഇപ്പോൾ 8-ാം തീയതി ഞാൻ മനസ്സിലാക്കുന്നത് 8-ാം തീയതിയും മറ്റോ അടുത്ത ദിവസം വരുന്ന ദിവസം ചർച്ചയുണ്ട് എന്നുള്ളതാണ്. ചർച്ചയുണ്ട്, അവർക്ക് ജനാധിപത്യപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ അവസരം ഉണ്ടാകണം. നിങ്ങൾ നടന്ന കാര്യത്തിൽ സ്വീകരിച്ച നിലപാട്, ആ നിലപാടിൽ നിങ്ങളിപ്പോൾ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന നിലയിലല്ല നിലപാടുണ്ടായത് എന്ന് പറഞ്ഞു. അതൊക്കെ അംഗീകരിക്കുന്നു. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട, അവാർഡ് നൽകുന്ന സമയത്ത് ആ അവാർഡ് ഏതെങ്കിലും സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് നൽകുന്ന അവാർഡ് അല്ല, ഏറ്റവും നന്നായി അഭിനയിക്കുന്നവർക്ക് നൽകുന്ന അവാർഡാണ്. അതാണ് ഇത്തവണ നമ്മൾ ബഹുമാനിക്കുന്ന, ഏറെ ആദരിക്കുന്ന ശ്രീ ഇന്ദ്രൻസിന് അവാർഡ് ലഭിക്കുന്നു. ആ അവാർഡ് നൽകുന്ന ചടങ്ങ് മറ്റുള്ളവരും ഉണ്ട്, ഒരാൾ മാത്രമല്ല, ഒരുപാട് അവാർഡുകൾ അതിൻ്റെ കൂട്ടത്തിൽ സിനിമാ രംഗത്ത് ഇത്തവണ ഏറ്റവും മികച്ചവരായവരെ ആദരിക്കുന്നു. നേരത്തെ ശ്രീ വിനായകനായിരുന്നു. എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മൾ കഴിഞ്ഞ വർഷം ഇതിൻ്റെ നേരെ തിരിച്ചായിരുന്നു വിവാദം. അതായത് ഈ താരങ്ങളൊന്നും ഈ വിനായകൻ അവാർഡ് ആയതുകൊണ്ടാണോ പങ്കെടുക്കാതിരുന്നത് എന്നുള്ള രീതിയിൽ തിരിച്ചൊരു വിവാദമാണ്. വിവാദങ്ങൾ എപ്പോഴും അങ്ങനെ മുഖ്യമന്ത്രി വിമർശിച്ച ആളുകളെ തന്നെ സർക്കാർ ആനയിച്ചുകൊണ്ടേയിരുത്തുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. വളരെ നേരമായി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എനിക്ക് അദ്ദേഹത്തിലേക്ക് പോയേ പറ്റുള്ളൂ. വിശദാംശങ്ങളിലേക്ക് വരാം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, താങ്കൾ എന്നോട് ക്ഷമിക്കണം. ഈ വിവാദത്തിൽ നേരിട്ട് നിൽക്കുന്ന 3 ആളുകളിലേക്ക് പോയ ശേഷം വ്യക്തത വരുത്തിയിട്ട് താങ്കളിലേക്ക് വരാം എന്ന് കരുതി. അതാണ് ഞാനൊരല്പം വൈകിയത്, താങ്കൾ ക്ഷമിക്കണം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ മോഹൻലാലിനെ മുഖ്യാതിഥിയായി ക്ഷണിക്കുന്നത് അനൗചിത്യമായി പോയി എന്ന് ചൂണ്ടിക്കാണിച്ചാണ് 107 പേർ ഒപ്പിട്ടിരിക്കുന്ന ഭീമ ഹർജി സർക്കാരിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. എന്താണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്? ഗോപികൃഷ്ണൻ, ഈ സംസ്ഥാന അവാർഡുകൾ വിതരണം ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. അതിനകത്ത് ചലച്ചിത്ര അക്കാദമിക്കോ ചലച്ചിത്ര വികസന കോർപ്പറേഷനോ യാതൊരു റോളുമില്ല. ഗവൺമെൻറ്റാണ് ഇത് വിതരണം നടത്തുന്നത്. മാത്രമല്ല, ഇത് പ്രഖ്യാപിക്കുമ്പോൾ ചലച്ചിത്ര അക്കാദമിയെയും അതുപോലെ ചലച്ചിത്ര വികസന കോർപ്പറേഷനെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇത് പ്രഖ്യാപിക്കുന്നത്. ഇവിടിപ്പോൾ മോഹൻലാലിനെ ഈ അവാർഡ് ദാന ചടങ്ങിൽ ഒരു മുഖ്യാതിഥിയായി ക്ഷണിച്ചിട്ടില്ല എന്നാണ് പ്രശസ്ത സംവിധായകനായ നിഷാദ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രതീതി അല്ലെങ്കിൽ പോലും ഗവൺമെൻറ്റിൻ്റെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ ഒരു വക്താവായ സജീഷും പറയുന്നത് ക്ഷണിച്ചിട്ടില്ലെന്നാണ്. പക്ഷേ ക്ഷണിച്ചു എന്നുള്ളത് ഒരു വാർത്തയായി മാറിയിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മോഹൻലാലിനെ ആദ്യമായിട്ടല്ല ഇത്തരം ചടങ്ങുകൾ ക്ഷണിക്കുന്നത്. അദ്ദേഹത്തിന് ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള എല്ലാ യോഗ്യതകളുമുണ്ട്. അത് മലയാള സിനിമയിൽ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിലെ ഏത് ഭാഷയിലും ഒരു മുഖ്യാതിഥിയായി ഒരു അവാർഡ് ദാന ചടങ്ങിൽ ക്ഷണിക്കപ്പെടത്തക്ക യോഗ്യതയുള്ളൊരു വ്യക്തി തന്നെയാണ് ശ്രീ മോഹൻലാൽ. മാത്രമല്ല, പഴയ കാലത്ത് ഇത് കനകക്കുന്ന് കൊട്ടാരത്തിലെ ഒരു മുറിയിൽ നൽകിക്കൊണ്ടിരുന്ന ഈ അവാർഡ് ദാനം ജനകീയവൽക്കരിച്ചതും കൂടുതൽ ആളുകളെ ഇതിലൊക്കെ പങ്കെടുപ്പിക്കാൻ ആരംഭിച്ചതുമൊക്കെ കഴിഞ്ഞ മുൻകാല ഗവൺമെൻറ്റുകളുടെ കാലത്താണ്. അപ്പോൾ ഇതിനകത്തിപ്പോൾ ഒരു വിവാദം വന്നിരിക്കുന്നത്, അദ്ദേഹം ഈ അടുത്ത കാലത്ത് അമ്മയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അമ്മ ഒരു വിവാദ സംഘടനയായി മാറിയിരിക്കുകയാണ്. അതിലെ ഒരു കലാകാരൻ വളരെ ബ്രൂട്ടലായി ആക്രമിച്ച ആ നടനെ ആരുടെ കാലത്തായാലും ആ സംഘടനയിൽ നിന്ന് പുറത്താക്കി. ഇപ്പോൾ മോഹൻലാലാണ് ആ സംഘടനയുടെ പ്രസിഡൻറ്റ്. സ്വാഭാവികമായ ആ സംഘടന ഏകകണ്ഠമായി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടാലും ഒരിക്കലും ആവശ്യപ്പെടുന്ന ആ കാര്യം അംഗീകരിച്ചു കൊടുക്കാൻ അദ്ദേഹം തയ്യാറാകാൻ പാടില്ല. കാരണം ഇത് പൊതുജന വികാരം ആളിക്കത്തിയ ഒരു സംഭവവികാസമാണ്. ഒരാൾ കുറ്റാരോപിതനായി നിൽക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ് അന്വേഷണം നടത്തി ആ അന്വേഷണത്തിലൂടെ കുറ്റവാളിയുടെ സ്ഥാനത്ത് ഒരു പ്രശസ്തനായ സിനിമാ നടൻ നിൽക്കുന്നു. ആ സിനിമാ നടൻ ആ സംഘടനയുടെ അംഗമാണ്. ആക്രമിക്കപ്പെട്ട നടി ഇര ആ സംഘടനയുടെ അംഗമാണ്. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ രാജ്യത്തൊരു സാമൂഹ്യ നീതിയുണ്ട്.
നമ്മുടെ രാജ്യത്തൊരു നാട്ടു നടപ്പുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തു എന്ന് സംസ്ഥാന ഗവൺമെൻറ് കണ്ടെത്തി പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന ഒരാൾ, ആ ആൾ ആണ് ഇപ്പോൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം എന്തിൻ്റെ പേരിലായാലും ഒരിക്കലും അധ്യക്ഷവേദി ഇരുന്നുകൊണ്ട് അദ്ദേഹം ഈ സമ്മർദ്ദം എവിടെ നിന്നുണ്ടായാലും തീരുമാനം ഏകേണ്ടെന്ന് പറഞ്ഞാലും ചോദ്യത്തിനുള്ള ഒരു വ്യക്തമായ മറുപടി നൽകിയില്ല. കാരണം എൻ്റെ ചോദ്യം, ഈ മോഹൻലാൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് അനൗചിത്യമായി ഔദ്യോഗികമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ നൽകിയിരിക്കുന്ന ഭീമഹർജിയിൽ പറയുന്ന കാരണം, ഈ ചടങ്ങിൽ മുഖ്യമന്ത്രിയെയും അവാർഡ് ജേതാക്കളെയും മറികടന്ന് ഒരു മുഖ്യാതിഥിയെ ക്ഷണിച്ചുകൊണ്ടുവരുന്നത് തീർത്തും അനൗചിത്യം മാത്രമല്ല, പുരസ്കാര ജേതാക്കളുടെ നേട്ടത്തെ കുറച്ചു കാട്ടുക കൂടിയാണ്. മുഖ്യാതിഥിയായി സിനിമയിലെ തന്നെ ഒരു താരം വരുമ്പോൾ ആ താരം അഭിനയിച്ച സിനിമകൾ കൂടി ഉൾപ്പെട്ട ഒരു വിധി നിർണയത്തിൽ പുരസ്കാരം നേടിയ ആളുകളെ വല്ലാതെ ചെറുതാക്കുന്ന ഒരു നടപടിയാകും അത്. അത്തരമൊരു കീഴ്വഴക്കം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ചടങ്ങിൽ അനുവർത്തിക്കരുതെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു എന്നാണ്. ഇതിൻ്റെ അന്തസത്തയോട് പ്രതിപക്ഷം കൂടെ നിൽക്കുമോ? ആ അന്തസത്തയ്ക്കൊപ്പം നിൽക്കുമോ പ്രതിപക്ഷം? അതാണ് എൻ്റെ ചോദ്യം. താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ കാരണം ഈ ഭീമഹർജിയിൽ പറഞ്ഞിട്ടില്ല. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗോപികൃഷ്ണൻ, ഈ പറയപ്പെട്ട ഇപ്പോൾ താങ്കൾ വാദിച്ച ഈ കാരണങ്ങളോട് ഒരിക്കലും യോജിക്കാനാവില്ല. വിനായകനായാലും അതുപോലെ തന്നെ ശ്രീ ഇന്ദ്രൻസിനായാലും അവർക്ക് അവാർഡ് കൊടുത്തത് അവാർഡിൻ്റെ ഒരു നിർണയത്തിൻ്റെ ഒരു ഗതി കഴിഞ്ഞ കുറേ കാലമായി മാറ്റിമറിക്കപ്പെട്ടിരിക്കുന്നു. ഒരു നല്ല ദിശയിലൂടെയാണ് പോകുന്നത്. പണ്ട് നമുക്കറിയാം, അവാർഡ് കിട്ടണമെങ്കിൽ അവാർഡ് കിട്ടുന്ന ആളിന് വലിയ സൗന്ദര്യം വേണം, അല്ലെങ്കിൽ നമ്മൾ മലയാള സിനിമയിലെ നടീ നടന്മാരെക്കുറിച്ച് നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റിനൊക്കെ വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ സൗന്ദര്യമൊന്നുമല്ല ഘടകം, ഒരാളിൻ്റെ യോഗ്യതയാണ്. അതായത് അയാളുടെ അഭിനയ പാഠവമാണ് അവാർഡ് നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി വന്നിരിക്കുന്നത്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിനായകനെയും അതുപോലെ തന്നെ ഇന്ദ്രൻസിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ മോഹൻലാൽ നിരവധി പ്രാവശ്യം ദേശീയ അവാർഡ് നേടിയെടുത്തൊരു കലാകാരനാണ്, സംസ്ഥാന അവാർഡ് നേടിയെടുത്തൊരു കലാകാരനാണ്. ആ കലാകാരൻ എന്ന നിലയ്ക്കുള്ള അദ്ദേഹം കേരളത്തിൻ്റെ ഒരു പൊതുസമ്പത്താണ്. അദ്ദേഹം ഓരോ വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ മാറ്റി നിർത്തിയാൽ, അതിനോടുള്ള വിയോജിപ്പുകൾ മാറ്റി നിർത്തിയാൽ, ശ്രീ മോഹൻലാലിനെ പോലൊരു നടനെ മുഖ്യാതിഥിയായി ക്ഷണിക്കുന്നതിലും ഒരു തെറ്റുമില്ല. ദേശീയ അവാർഡ് കൊടുക്കുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു. ശ്രീ വി സി അഭിലാഷ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വി സി അഭിലാഷ്, താങ്കളുടെ അഭിപ്രായം പരസ്യമായി കഴിഞ്ഞു. താങ്കൾ മോഹൻലാലിനൊപ്പമാണ്, അദ്ദേഹത്തെ ക്ഷണിക്കുന്നതിൽ ഒരു അനൗചിത്യവും കാണുന്നില്ല. പക്ഷേ മറുഭാഗത്ത് നിൽക്കുന്നവർ അങ്ങനെയല്ല. സിനിമയുടെ ശീലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയിലെ സവർണാധിപത്യം അല്ലെങ്കിൽ താരാധിപത്യം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ്. പുതിയ പുതിയ ഉണർവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, പുതിയ പരീക്ഷണങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാലങ്ങളായുള്ള കീഴ്വഴക്കങ്ങളും ബിംബങ്ങളും തച്ചുടയ്ക്കപ്പെടുകയാണ്. ഇതിൻ്റെ എല്ലാം ഒരു തുടർച്ചയായിരിക്കണം സംസ്ഥാന സർക്കാർ നടത്തുന്ന ഈ ഔദ്യോഗിക ചടങ്ങിലൂടെ പുറത്തു വരേണ്ട സന്ദേശം എന്നാണ് ഈ ഭീമഹർജിയിൽ ഒപ്പിട്ടവരുടെ അഭിപ്രായം. അത് എങ്ങനെയാണ് സാങ്കത്യമില്ലാത്ത ഒന്നായി മാറുന്നത് താങ്കൾക്ക്? ശ്രീ അഭിലാഷ്, ഈ പറഞ്ഞ കാര്യങ്ങളിൽ മോഹൻലാൽ എങ്ങനെയാണ് ഒരു വില്ലനായിട്ട് മാറുന്നത്? മോഹൻലാൽ എന്ന് പറയുന്ന, ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോ ഇന്ദ്രൻസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്തവണ ഏറ്റവും മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് ഞാൻ സംവിധാനം ചെയ്ത സിനിമയിലൂടെയാണ്, ആളൊരുക്കം എന്ന സിനിമയിലൂടെയാണ്. ആ സിനിമ സംവിധാനം ചെയ്ത എന്നിൽ സിനിമ എന്ന് പറയുന്ന സ്വപ്നം വളരെ കുട്ടിക്കാലത്തുണ്ടാക്കിയത് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പോലുള്ള ആളുകളുടെ പ്രതിഭ കണ്ടിട്ട് തന്നെയാണ്. അങ്ങനെയുള്ള ഞാൻ എന്തിനാണ് മോഹൻലാൽ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ എതിർക്കണം? എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇതിപ്പോ നമ്മുടെ സർക്കാർ പിന്നെ ദർബാർ ഹാളില് ഗവർണറും മുഖ്യമന്ത്രിയും അങ്ങനെ വളരെ ഒഫീഷ്യൽസ് നടത്തുന്ന ഒരു ചടങ്ങായിരുന്നെങ്കിൽ മനസ്സിലാക്കാം. ഇത് തിരുവനന്തപുരത്ത് നിശാഗന്ധിയിലാണ് ഈ പരിപാടി നടക്കുന്നത്. ആ ദിവസം അവിടെ പങ്കെടുക്കുന്ന ഒരു പൊതു ഇടമാണ്. ആ പൊതു ഇടത്തിൽ വന്നു ചേരുന്ന ആളുകളുടെ മുന്നിൽ ഇവർക്ക് ഈ 107 പേർക്ക് ഈ ന്യായം പറയുമ്പോൾ ആ പൊതു ഇടത്തിലെ ആളുകളെ കുറിച്ച് കൂടി അവർ മനസ്സിലാക്കണം. ജനാധിപത്യ മര്യാദ തങ്ങളുടെ കാര്യത്തിൽ മാത്രം വേണം എന്ന് അവർ ശഠിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഈ അഭിപ്രായം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പിന്നെ തലപ്പത്തും നിൽക്കുന്ന ഒരാള്, ഈ 107 പേരിൽ പ്രധാനപ്പെട്ട ഒരാള് പറഞ്ഞിരിക്കുന്നത് അല്പത്തരമാണ് എന്നാണ്. അല്ല ശ്രീ വി സി അഭിലാഷ്, ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മോഹൻലാൽ പലരുടെയും ഉള്ളിൽ ഒരു സിനിമാ സ്വപ്നങ്ങൾക്ക് വിത്ത് പാകിയ ആളായിരിക്കാം. അദ്ദേഹം മലയാള സിനിമയുടെ യശസ് വാനോളം ഉയർത്തിയ അഭിനയ പ്രതിഭകളിൽ ഒരാളാണ്. ആ കാര്യത്തിലൊന്നും തർക്കമില്ല. അദ്ദേഹം
മലയാളത്തിൻ്റെ ആദരം ഏറ്റുവാങ്ങിയിട്ടുള്ള, രാജ്യത്തിൻ്റെ ആദരം ഏറ്റുവാങ്ങിയിട്ടുള്ള കലാകാരനാണ്. അവിടെ ഒന്നും തർക്കമില്ല. തർക്കമുണ്ടാകുന്നത് ഈ സമീപകാലത്തുണ്ടായ ചില സംഭവങ്ങൾ. താങ്കൾക്കറിയാവുന്നതുപോലെ തന്നെ ദിലീപിനെ തിരിച്ചെടുത്ത സംഘടന, അത് ആ തീരുമാനം പുറത്തു വരുന്നത് മോഹൻലാൽ അധ്യക്ഷ പദവി അലങ്കരിച്ച ശേഷം നടന്ന ജനറൽ ബോഡി യോഗത്തിലാണ്. അതിനുശേഷം അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ പൊതുസമൂഹത്തിൽ നിന്ന് വിമർശന വിധേയമായ ഒന്നാണ്. സർക്കാരിൻ്റെ പോലീസ് ഈ കാര്യങ്ങളിൽ അന്വേഷണം ഈ കാര്യങ്ങളിൽ അതിൻ്റെ നിയമപരമായ വഴികളുമായി മുന്നോട്ട് പോവുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ, ആ സന്ദർഭത്തിൽ അമ്മയുടെ പ്രസിഡന്റായി നിൽക്കുന്ന മോഹൻലാലിനെ ഈ യോഗത്തിലേക്ക്, ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നത് മറ്റു ചില സന്ദേശമാണ് നൽകുന്നത്. അതാണ് ഒരു ഭാഗത്ത് എതിർക്കപ്പെടുന്നത്. രണ്ടാമതൊന്ന്, സിനിമ പുതിയ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പുതിയ ചില തുറസ്സുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വീണ്ടും ഈ താരപ്രതിഷ്ഠ നടത്തുന്ന ഒരു രീതിക്ക് എന്തിനാണ് സർക്കാർ കൂട്ടുനിൽക്കുന്നത് എന്ന ചോദ്യമാണ് ഈ ഭീമ ഹർജിയിലൂടെ സാംസ്കാരിക ചലച്ചിത്ര പ്രവർത്തകർ ഉയർത്തുന്നത്. അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റിനെയാണോ മോഹൻലാൽ എന്ന മലയാളത്തിന്റെ പ്രിയ നടനെയാണോ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചത്? അങ്ങനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എന്ന് പറയുന്ന സംഘടനയെ പ്രതിനിധീകരിച്ചല്ല മോഹൻലാൽ അവിടെ വരുന്നത്, മോഹൻലാലിനെ ക്ഷണിച്ചിട്ടുള്ളത്. മോഹൻലാൽ വരുന്നത് മലയാളികളെ സ്വാധീനിച്ച മഹാനായ ഒരു നടൻ എന്നുള്ള നിലയ്ക്കാണ്. ഞാൻ ചോദിക്കട്ടെ സാർ, ഇന്ദ്രൻസിനെ പലരും ഇതിൽ ഇന്ദ്രൻസിന്റെ പേര് വലിച്ചെടുത്തിട്ട് ഇന്ദ്രൻസിനെ ആദരിക്കുന്ന ചടങ്ങ് എന്ന് പറയുന്നു. ഇന്ദ്രൻസിനോട് മത്സരിച്ച് തോറ്റ ആളാണ് മോഹൻലാൽ. അദ്ദേഹത്തെ എന്തിനവിടെ വിളിച്ചുകൊണ്ടുവരുന്നു എന്നൊക്കെയാണ് ചോദ്യം. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ഈ തോൽവി, ഇന്ദ്രൻസിനോടുള്ള തോൽവി മറികടന്ന് അതിന്റെ ഒരു കോംപ്ലക്സോ അതിന്റെ ഒരു ജാലകം ഒന്നുമില്ലാതെ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ മോഹൻലാൽ വരുന്നതിലെ ഒരു മഹത്വം നമ്മൾ തിരിച്ചറിയണ്ടേ? ഒന്ന്, നിങ്ങൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, താരപ്പൊലിമ എന്ന് പറയുന്ന വിഷയം. ഈ പറയുന്ന ആളുകളിൽ എത്ര പേര് താരങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്? ഞാൻ താരപ്പൊലിമ എന്ന് പറയുന്നത് സിനിമയ്ക്ക് അനിവാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല. അതിനകത്ത് എനിക്ക് എന്റേതായ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മോഹൻലാലിന്റെ ഒരു താരം എന്നുള്ളതിന് ഉപരിയായിട്ട് നമ്മളിവിടെ ഇത്രയും കാലം മലയാള സിനിമയെ നയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ഐക്കൺ എന്ന് പറയുന്ന ആ രീതിയിൽ നമുക്ക് എന്തുകൊണ്ട് കണ്ടുകൂടാ? ഇത് വെറുതെയാണ് ഈ വിഷയം. ഒരു കാര്യം കൂടി ഞാൻ ഗോപികൃഷ്ണനോട് ഈ ഒരു ചർച്ചയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ദ്രൻസ് ആണല്ലോ എല്ലാവരും വിഷയം. ഇന്ദ്രൻസിനെ ആദരിക്കുന്ന വേദി, അവിടെ മോഹൻലാലിന് വരുമ്പോൾ ഇന്ദ്രൻസിന് വില കുറയുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ നിലവിളി. കഴിഞ്ഞ ഏപ്രിൽ മാസം 6-ാം തീയതി ആളൊരുക്കം റിലീസ് ചെയ്തതാണ് ഇന്ദ്രൻസിന്റെ മികച്ച അഭിനയ മുഹൂർത്തങ്ങളുള്ള സിനിമ. അത് ഇന്ദ്രൻസിനോട് ഈ ആദരവും സ്നേഹവുമുള്ള ഈ 107 പേരിൽ എത്ര പേർ കണ്ടു എന്നൊരു ചോദ്യം ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. അതിനുള്ള മറുപടി അവർ പറയട്ടെ. ആ സിനിമ പോയി കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. പലരും സിനിമ കണ്ടിട്ടില്ല, തിയേറ്ററിൽ വന്ന സിനിമയാണേ, പലരും കണ്ടിട്ടില്ല. എന്നിട്ടാണ് ഈ ഇന്ദ്രൻസിനെ വെറുതെ വലിച്ചഴക്കുകയാണ്. നിങ്ങൾ ഇന്ദ്രൻസിനോട് അഭിപ്രായം ചോദിക്കൂ. ഇന്ദ്രൻസിന് എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ ചോദിച്ചു നോക്കൂ. അദ്ദേഹം തീർച്ചയായും മോഹൻലാൽ ആ ചടങ്ങ്, ഞാൻ 100% ഉറപ്പിച്ച് പറയുന്നു, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ചടങ്ങിൽ പങ്കെടുക്കുമായിരുന്നെങ്കിൽ, ഇവിടെ മുഖ്യമന്ത്രിയാണ് അവാർഡ് കൊടുക്കുന്നത്, മോഹൻലാൽ അല്ല. മോഹൻലാലിന്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി അവാർഡ് കൊടുക്കുമ്പോൾ ആ അവാർഡിന്റെ തിളക്കം കൂടുകയുള്ളൂ. അതല്ലെങ്കിൽ ഇവരത് ദർബാർ ഹാൾ പോലെ സ്ഥലത്തേക്ക് കൊണ്ടുപോട്ടെ. ശരി, വളരെയധികം നന്ദി ശ്രീ VC അഭിലാഷ്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞതിന്. അപർണ പ്രശാന്തി ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ശ്രീമതി അപർണ പ്രശാന്തി. അപർണ, ഈ ഭീമ ഹർജിയിൽ ഒപ്പുവെച്ച 105 പേരിൽ ഒരാൾ അപർണയാണ്. ഈ മുകളിൽ ഒരു സംയുക്ത പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണോ അപർണ ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നത്, അതല്ല മറ്റു ചില കാരണങ്ങൾ കൂടി അപർണയുടേതായി ഉണ്ടോ ചലച്ചിത്ര നിരൂപകൻ എന്ന നിലയ്ക്ക്? തീർച്ചയായിട്ടും അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ തന്നെയാണ്. ആദ്യമേ പറയുന്നു, മോഹൻലാൽ എന്ന നടനോട് മലയാളികളിൽ 90% എന്ന പോലെ എനിക്കും യാതൊരു വിയോജിപ്പില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രതിഭയെ ആദരിക്കുന്ന, താരത്തെ അല്ല നടനെ ആദരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. എല്ലാ കലാകാരന്മാരെ ആദരിക്കുന്ന ആൾ തന്നെ. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറം ഈ ഒരു സ്വകാര്യ ചാനലിൻ്റെ അവാർഡ് റൊട്ടേഷൻ പോലെ ഒരു താരം അവിടെ വന്നിരിക്കുകയും മറ്റുള്ളവർക്ക് അവാർഡ് കൊടുക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ വേദിയിൽ ഒരു അതിഥി, ഒരു തമ്പുരാൻ വന്നിരിക്കെ ബാക്കിയുള്ളവർക്ക് അവാർഡ് കൊടുക്കുകയും ചെയ്യുന്നത് ഒരു സർക്കാർ അവാർഡിന് യോജിച്ചതല്ല എന്നുള്ളതാണ് എന്റെ വിഷയം. 2015-ലും 2016-ലും ഒക്കെ ഇങ്ങനെ മുഖ്യാതിഥികൾ ഉണ്ടായിരുന്നു. അന്നെല്ലാം അപർണ ഈ പ്രതിഷേധം ഉയർത്തിയിരുന്നു.
തീർച്ചയായിട്ടും ആ പ്രതിഷേധം ഉയർത്തിയിരുന്നോ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പെറ്റീഷനോ അങ്ങനെ ഒന്നും ഒപ്പിട്ടിരുന്നില്ല. പക്ഷെ വ്യക്തിപരമായി ഇത്തരം ഒരു വിഷയത്തോട് പൂർണ്ണമായും വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. മോഹൻലാൽ എന്ന നടന്റെ രാഷ്ട്രീയം പോലും അല്ല എന്നെ ഇതിൽ ബാധിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രൻസും അല്ല, ഇന്ദ്രൻസിനപ്പുറം വേറെ ഏത് നടനായാലും വിനായകനായാലും അല്ല വേറെ ആരാണെങ്കിലും എന്നെ ഇതിൽ ബാധിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എന്ന് പറയുമ്പോൾ മറ്റൊരു തരത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു താരനിശ പോലെ ആക്കേണ്ട ഒന്നല്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും ഒന്നാമത്തെ കാരണം അത് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു നിരൂപക എന്ന നിലയിൽ ചോദിക്കുമ്പോൾ എന്താണ് ഈ താരങ്ങളും ആരാധകരും ചെയ്യുന്നതെന്ന് വളരെ വ്യക്തിപരമായി അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബിംബങ്ങളെ പിന്നെ ഇനിയിപ്പോൾ നാളെ ഫാൻസ് അസോസിയേഷന് ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് അങ്ങനെയുള്ള ഒരു പരിപാടിയായി മാറും ഇതെന്നുള്ള ഭയം കൂടി ഇതിന്റെ പുറകിലുണ്ട്. തീർച്ചയായും ഇതിനൊപ്പിട്ടതിന് പുറകിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്. പേരിൽ ദിലീപിനെ തിരിച്ചെടുത്ത സമയത്ത് അതിൽ പ്രതിഷേധം അറിയിച്ച് രാജി സമർപ്പിച്ച നടിമാർ പോലുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വിഷയം കൂടി നിങ്ങളുടെ ഈ സംയുക്ത പ്രസ്താവനയിൽ വരേണ്ടതായിരുന്നില്ലേ? അതിനൊരു പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ടല്ലോ. അപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ മോഹൻലാൽ പങ്കെടുക്കുന്നതിൽ അനൗചിത്യമൊന്നും നിങ്ങൾക്കില്ല? തീർച്ചയായും ഉണ്ട്. അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയിലല്ലാന്ന് തോന്നുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചർച്ചയുടെ ആദ്യ ഭാഗം കേട്ടില്ല. അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്കാണോ മോഹൻലാൽ എന്ന നടനെയാണോ വിളിച്ചത് എന്നുള്ളത് ആദ്യത്തെ കാര്യം. രണ്ടാമത് ഇത് അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ് വിളിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അനൗചിത്യമുണ്ട്. കാരണം ആ നടനെ തിരിച്ചെടുത്ത നിലപാടിനോട് വിയോജിപ്പുണ്ട്. തീർച്ചയായിട്ടും അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഇനിയിപ്പോൾ അതല്ല മോഹൻലാൽ എന്ന നടനെയാണ് വിളിക്കുന്നത് എന്നുള്ള വേറൊരു വാദമാണ് വെക്കുന്നതെങ്കിൽ അതിനൊരു സംശയമില്ല. അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്കാണെങ്കിൽ അതിനോട് പൂർണ്ണമായ വിയോജിപ്പുണ്ട്. അതിപ്പോൾ ഇന്ദ്രൻസിന് വിയോജിപ്പില്ലെങ്കിലും അല്ല അതിൽ പങ്കെടുക്കുന്ന എല്ലാ നടന്മാർക്കോ ടെക്നീഷ്യൻസിനോ വിരോധമില്ലെങ്കിലും ഇവിടെ ജനാധിപത്യ പ്രക്രിയയിൽ ഈ പറഞ്ഞ പോലെയുള്ള എല്ലാവർക്കും വിയോജിക്കാമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ആ വിയോജിപ്പ് ശക്തമായി പറയുന്നു. ഇതിലാകെ എന്നെ ബാധിക്കുന്ന കാര്യം, ഇതിനേക്കാൾ കൂടുതൽ ബാധിക്കുന്ന കാര്യം തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു താരാധിപത്യം ഉള്ള ഒരു അവാർഡ് നിശ്ചയ പോലെ ആക്കുന്നത് എന്താണ് സംസ്ഥാന അവാർഡ്, അതിൻ്റെ യുക്തി എന്താണെന്നാണ് മനസ്സിലാവാത്തത്. ഇപ്പോൾ ദേശീയ അവാർഡിന് ഇറങ്ങിപ്പോകുന്നതിൽ ഭൂരിഭാഗം പേർക്കും കാരണം ഇന്ത്യയിലെ പ്രഥമ പൗരൻ നൽകേണ്ട ഒരു അവാർഡ് ഇത്തരത്തിൽ മാറ്റപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ അത്തരം പ്രോട്ടോക്കോളുകളൊക്കെ മാറ്റുകയും കിട്ടിയ ആർട്ടിസ്റ്റുകൾക്ക് വിലയില്ലാതാവുകയും ചെയ്യും. അത് എക്സോർ വഴി എന്നുള്ളതല്ല. ഇന്ദ്രൻസ് ആയാലും വിനായകനായാലും മമ്മൂട്ടി ആയാലും ആരായാലും അവരും മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും മാത്രം പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണത്. അതാണ് അതിന്റെ ലാളിത്യവും അന്തസ്സും ഒക്കെ. അതൊന്നും മാറിയിട്ട് താങ്കൾ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു ഇത് അടൂർ ഗോപാലകൃഷ്ണനെ പോലെ വിശ്വോത്തര സംവിധായകൻ ആ വേദി അലങ്കരിക്കട്ടെ, അതിൽ എതിർപ്പില്ല. മറ്റൊരാളാകട്ടെ, അതിൽ എതിർപ്പില്ല. താരപദവി അലങ്കരിക്കുന്ന മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർ എന്തിനാണ് ഈ വേദിയിലെന്നത്? അതുമാത്രമാണോ താങ്കളുടെ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ നേരത്തെ സജീഷും ശ്രീ എം എ നിഷാദും മറ്റുള്ളവരുമൊക്കെ പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിൻ്റെ യശസ് ഉയർത്തിയ ഈ താര രാജാവെന്ന നിലയിൽ മാത്രമല്ല മോഹൻലാൽ പരിഗണിക്കപ്പെടുന്ന അദ്ദേഹം മികച്ച നടൻ എന്ന നിലയിൽ കൂടി പരിഗണിക്കപ്പെടുന്ന ആളാണ്. ഭാഗ്യരാജനെ പോലൊരാൾ ഈ വേദിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല ആളുകളെയും വേണമെങ്കിൽ മുഖ്യാതിഥികളായി കൊണ്ടുവരാം. ഇത്തവണ അത് മോഹൻലാലായി എന്ന് മാത്രം. അതിൻ്റെ പേരിൽ മാത്രമായി ഒരു എതിർപ്പ് എന്നത് ഡൈജസ്റ്റ് ചെയ്യാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതെ, അത് ഗോപിയുടെ വളരെ യുക്തിഭദ്രമായൊരു ചോദ്യമാണത്. ആ നിവേദനത്തിൽ ഗോപി പറഞ്ഞതുപോലെ ഇത്തരം ചില കാര്യങ്ങൾ മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. അതിനോട് ഞാൻ ആ നിവേദനത്തിൽ അത് വിശദീകരിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഗോപി വിളിച്ചപ്പോൾ എൻ്റെ ഭാഷ്യം, എൻ്റെ പ്രതികരണം പറയാൻ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നത്. അതിതാണ് വാസ്തവത്തിൽ. മോഹൻലാൽ എന്നല്ല, ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആർക്കും അദ്ദേഹം താരമായതുകൊണ്ട് അവിടെ വന്നുകൂടാ എന്നൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയിലല്ല അദ്ദേഹത്തെ വിളിച്ചതെന്ന് ഈ ചർച്ചയിൽ തന്നെ പറയുന്നത് കേട്ടു. അങ്ങനെ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്ന ഇരട്ട വേഷങ്ങൾ പോലെ മനുഷ്യർ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയാൽ വലിയ പ്രയാസമായിരിക്കും. ഒരു കുറ്റവാളിയെ നമ്മൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു മേൽവിലാസം, അദ്ദേഹം വലിയ എഴുത്തുകാരനോ കലാകാരനോ ആയതുകൊണ്ട് അദ്ദേഹത്തെ ആണ് നമ്മൾ വിളിച്ചത്, ഈ കുറ്റവാളിയെ, ഈ കുറ്റം ചെയ്ത ആളെ അല്ല എന്നൊക്കെ പറയുന്ന മട്ടിലുള്ള ഇത്തരം ലളിതവൽക്കരണങ്ങളോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇത്ര മാത്രമാണ്. ആ നിവേദനത്തിൽ പറഞ്ഞ കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് മോഹൻലാലിനെ ഇത്തവണ കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ക്ഷണിച്ചു എന്നാണ്. അദ്ദേഹം സമ്മതം നൽകിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സമ്മതം കാത്തിരിക്കുകയാണ് അത്രേ കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് പരിസരബോധവും സാംസ്കാരിക ബോധവും ആദ്യം ആർജിക്കേണ്ടതെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. കാരണം
ഈ തൊട്ടടുത്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ശ്രീ മോഹൻലാൽ ഒരു പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്, വേട്ടയാടപ്പെട്ട നടിക്ക് ഒപ്പമാണ് ഞാൻ, പക്ഷേ വേട്ടക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന്. എന്താണ് ഇതിനർത്ഥം? ചെന്നായയ്ക്കും ആട്ടിൻകുട്ടിക്കും ഒരേ നീതി നൽകുന്ന ഒരു മനുഷ്യൻ വലിയ കലാകാരനാണെന്നതുകൊണ്ട് മാത്രം കേരളത്തിൻ്റെ ഔദ്യോഗികമായ കേരള സർക്കാർ നടത്തുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹത്തിന് ക്ഷണിതാവാവുക എന്ന് പറയുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രി മലയാളികളോട് മാപ്പ് പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനത്തെ ഉദാരതയൊന്നും ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും ഇല്ല. അത്തരം അനൗചിത്യങ്ങൾ പ്രവർത്തിക്കാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് യാതൊരു അവകാശവുമില്ല. അദ്ദേഹം വാസ്തവത്തിൽ നിർബന്ധിച്ച് മോഹൻലാലിനെ ക്ഷണിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ നടപടിയെ കണിശമായും അപലപിക്കേണ്ടതാണ്. അദ്ദേഹം അതിന് മലയാളികളോട് മാപ്പും പറയേണ്ടതാണ്. ശരി, ഞാൻ ഇതിനകത്ത് ഈ പറയുന്ന രണ്ട് രാഷ്ട്രീയമുണ്ട്. പ്രതികരിക്കാതെ ഈ സംഭവത്തിൽ രണ്ട് രാഷ്ട്രീയമുണ്ട്. ഒന്ന്, ഇവിടുത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അമ്മയുടെ പ്രസിഡന്റ് കൂടിയായി നിൽക്കുന്ന മോഹൻലാലിനെ ക്ഷണിച്ചതിൽ അനൗചിത്യം കൂടിയുണ്ട്. ഇതിന്റെ മറവിൽ അതുകൂടി നിലനിൽക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ ചടങ്ങിൽ ഈ പ്രമുഖ കലാകാരന്മാർ അവരുടെ അഭിനയ പ്രതിഭകൾ അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ അവർ കാണിച്ചിട്ടുള്ള മികവ് ആദരിക്കപ്പെടുന്ന ഒരു ചടങ്ങിൽ ശോഭ കൂട്ടാൻ എന്തിനാണ് അങ്ങനെ ഒരു മുഖ്യാതിഥിയുടെ ആവശ്യം? അവിടെ സർക്കാരിൻ്റെ ചടങ്ങാണ്, അത് ഏറ്റുവാങ്ങുന്നത് ഇപ്പോൾ ദേശീയ അവാർഡ് രാഷ്ട്രപതി നൽകുന്നത് പോലെ ഇവിടെ അതേ പാറ്റേണിൽ ഇവിടെ മുഖ്യമന്ത്രി നൽകുന്നു. ആദരം എന്നത് സംസ്ഥാന സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി അവാർഡ് നൽകുന്നതിലാണ്. അവിടെ ഒരു മുഖ്യാതിഥിയുടെ സ്ഥാനം എന്താണ്? അത് ഒഴിവാക്കാമായിരുന്നു. മുഖ്യാതിഥി എന്നൊക്കെ പറയുന്നത് ആപേക്ഷികമാണ് ഗോപികൃഷ്ണ. ഇതിനകത്ത് പറഞ്ഞു വന്നത്, എനിക്ക് ഒരു കാര്യത്തിൽ ശ്രീ ഒ കെ ജയനോട് സന്തോഷമുണ്ട്. അദ്ദേഹം ഇപ്പോൾ മോഹൻലാലിൽ നിന്ന് മാറി നേരെ എ കെ ബാലനിലേക്ക് വന്നിട്ടുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ മോഹൻലാലിനെ അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയിലൊന്നുമല്ല ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിന് നടൻ നിലയിൽ തന്നെയാണ്. 2015 മോഹൻലാൽ വേദി അലങ്കരിച്ചിട്ടുള്ളൂ. സ്റ്റേറ്റ് അവാർഡ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നു. അന്നൊന്നും ഇല്ലാത്ത ശബ്ദമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വേറെ ഒരാൾ ഇപ്പോൾ അവിടെ പറയുന്നത് കേട്ട് ദേശീയ അവാർഡിൽ ഇങ്ങനെ എന്തുകൊണ്ടാണ് മാറിയുന്നത്? ദേശീയ അവാർഡ് ഇതുമായിട്ട് താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ദേശീയ അവാർഡിൽ രാഷ്ട്രപതി കൊടുക്കേണ്ട അവാർഡ് 10 പേർക്കേ കൊടുക്കത്തുള്ളൂ, ബാക്കി സ്മൃതി ഇറാനിയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിലെ ചതിയും അതിലെ നുണയും മനസ്സിലായിക്കൊണ്ട് ധീരമായിട്ട് കേരളം ഉൾപ്പെടെയുള്ള പുരസ്കാരം നേടി 69 പേര് മാറിയിരുന്നു. ആ വിഷയമല്ല ഇവിടെ മുഖ്യാതിഥി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രി അധ്യക്ഷനുമായിട്ടുള്ള ചടങ്ങിൽ അതിഥിയായിട്ട് ശ്രീ മോഹൻലാലിനെ വിളിച്ചു. അതിനാണ് ഈ പടപ്പുറപ്പാട്. മോഹൻലാൽ ഇതുവരെ തീരുമാനിച്ചിട്ട് പോലും ഇല്ല, പോവോ ഇല്ലയോ എന്ന് മോഹൻലാലിന് ക്ഷണം പോലും കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രിയാണ് ഞാൻ ഉൾപ്പെടെയുള്ള പുരസ്കാര ജേതാക്കൾക്ക് അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ ആ ചോദ്യവും ആ മുഖ്യാതിഥി എന്ന് പറഞ്ഞാൽ ആപേക്ഷികമായ കാര്യമാണ്. അതിലൊന്നും വലിച്ചിടേണ്ട കാര്യങ്ങളില്ല. ഇത്രമാത്രം ഇത് ചർച്ച ചെയ്ത് നേരെ അത് വീണ്ടും നടിയാക്രമിക്കപ്പെട്ട വിഷയത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യം അതിനൊക്കെ വ്യക്തമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ശരി, ഞാൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ നേരത്തെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ശ്രീ മോഹൻലാൽ സാംസ്കാരിക മന്ത്രിയെ മോഹൻലാൽ പോയി കാണുന്നു, അദ്ദേഹത്തെ ഷോൾ അണിയിക്കുന്നു. സാംസ്കാരിക മന്ത്രി പറയുന്നു, അമ്മ എന്ന സംഘടനയെ സർക്കാർ പിളർത്താൻ അനുവദിക്കില്ല എന്നെല്ലാം പറയുന്നു. മോഹൻലാലിൻ്റെ വാർത്താ സമ്മേളനം വിവാദമായതിന് തൊട്ടു പിന്നാലെയാണ് ഇതൊക്കെ നടക്കുന്നത്. അതിനുശേഷമാണ് ഉടനടി തന്നെ ഒരു ക്ഷണം ചെല്ലുന്നത്. അവിടെ സാംസ്കാരിക മന്ത്രി മറുപടി പറയണം എന്നാണ് ശ്രീ ഒ കെ ജോണി പറഞ്ഞത്. ശ്രീ എസ് കെ സജീഷ്, അത് ശരിയല്ലേ? അല്ല, തീർച്ചയായിട്ടും ശ്രീ ഗോപികൃഷ്ണൻ കുറെയൊക്കെ സങ്കല്പത്തിൽ നിന്ന് നമ്മുടെ ചർച്ച സജീഷ് ഒരു മിനിറ്റ്. ശ്രീ എം എ നിഷാദ്, സജീഷ് ഇതാരോടാണ് സംസാരിക്കുന്നത്? സജീഷ് അതായത് അത്തരം കാര്യങ്ങളൊക്കെ സങ്കല്പത്തിൽ നിന്ന് പറയുന്നതാണ്. അതിനൊന്നും മറുപടി പറയാൻ വേണ്ടി പറ്റില്ല. ഒന്ന് വളരെ വ്യക്തമായി തന്നെ പറയാം, ഈ കാര്യങ്ങളിൽ ഇപ്പോൾ ഗവൺമെൻറ് ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. ഗവൺമെൻറ് ഔദ്യോഗികമായ തീരുമാനം പുറത്തു വരും. അതിനിടയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പിന്നെ ഗവൺമെൻറ് പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചാൽ പങ്കെടുപ്പിക്കാൻ സാഹചര്യം ഉണ്ടാവും. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ പറയുന്നു. അതിൻ്റെ സാഹചര്യം എന്ത് എന്നുള്ളതാണ്. ഇവിടെ ഏതെങ്കിലും രീതിയിൽ നമുക്കറിയാം, നേരത്തെ ഒക്കെ ഇവിടെ വിവരിച്ചുകൊണ്ട് ഞാനതിനെ പറ്റിയൊന്നും കൂടുതലായി പറയുന്നില്ല. നേരത്തെയും ഇതുപോലെ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. ഒരു അടച്ചിട്ട മുറിയിൽ കുറച്ച് ആളുകൾ മാത്രം പങ്കെടുക്കണോ? അല്ല, കുറച്ചുകൂടി വിശാലമാകട്ടെ, ജനങ്ങൾ പങ്കെടുക്കട്ടെ. സംഘടന എന്നുള്ള നിലക്കാണെങ്കിൽ ആ സംഘടനയിൽ ജനാധിപത്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യണം.
അഭിപ്രായം പറയണം, അഭിപ്രായ വ്യത്യാസങ്ങൾ പറയണം, തിരുത്തിക്കേണ്ടത് തിരുത്തിക്കണം. അതല്ല ജനാധിപത്യ സമൂഹത്തിൻ്റെ കടമയാണ്. അതെല്ലാം നല്ലവണ്ണം ഇവിടെ നിർവഹിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റണം. അല്ലാതെ കേവലമായ വിമർശനങ്ങൾ ഉന്നയിച്ചു പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ശരി, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അങ്ങനെ ഒരു വിമർശനം ഉണ്ടെങ്കിൽ അതിന് സാങ്കത്യമുണ്ടെങ്കിൽ എങ്ങനെയാണ് സർക്കാർ ഈ വിഷയത്തിൽ തിരുത്തേണ്ടത്? അല്ല, നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമാണ്. സംസ്ഥാന ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തെ വിമർശിക്കാനുള്ള അവകാശം ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കുമുണ്ട്. ശ്രീ OK ജോണിയും അപർണയും ഒക്കെ ആ ദൗത്യമാണ് ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കിത് ചോദ്യം ചെയ്യാനും ഇത് എതിർക്കാനുമൊക്കെ അവകാശമുണ്ട്. നമ്മൾ ദേശീയ അവാർഡിനെയും സംസ്ഥാന അവാർഡിനെയും രണ്ടായി കാണണം. ദേശീയ അവാർഡ് രാഷ്ട്രപതി കൊടുത്തുകൊണ്ടിരുന്ന അവാർഡാണ്. അത് കുറേ പേർക്ക് രാഷ്ട്രപതി കൊടുക്കുകയും പിന്നെ കുറേ പേർക്ക് ഒരു മന്ത്രി കൊടുക്കുകയും ചെയ്തപ്പോഴാണ് വ്യാപകമായ ആക്ഷേപങ്ങളും എതിർപ്പുകളും വന്നത്. ഇവിടെ സംസ്ഥാന സർക്കാർ ആദ്യമായിട്ടൊരു കീഴ്വഴക്കം ഉണ്ടാക്കിയല്ല. ഞാൻ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായിരിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് കോട്ടയത്ത് വെച്ച് നടത്തിയ അവാർഡ് ദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി അവിടെ മോഹൻലാൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായി നടക്കുന്ന കാര്യമല്ല, മുമ്പും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കീഴ്വഴക്കം ആദ്യമായി സൃഷ്ടിക്കുകയല്ല, നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മോഹൻലാലിനെ വിളിച്ചതിലൊരു അപാകത എന്ന് പറയുന്നത് ഇപ്പോൾ മോഹൻലാൽ ഒരു വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ വിളിച്ചു എന്നുള്ള ധാരണയിലാണ് ഈ ആക്ഷേപമെങ്കിൽ അത് ശരിയാണ്. അതേസമയം ഒരു നടൻ എന്നുള്ള നിലയ്ക്ക്, ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ വിളിച്ചതുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ശോഭ ഒരിക്കലും മങ്ങുന്നില്ല, ശോഭ വർദ്ധിക്കത്തേ ഉള്ളൂ. കാരണം രണ്ടു പേര് തമ്മിൽ മത്സരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ലോക ഫുട്ബോൾ ടൂർണമെൻറ്റ് അവസാനിച്ചു. അപ്പോൾ വിജയിച്ച ആളുകളെ പരാജയപ്പെട്ടവർ കെട്ടിപ്പിടിച്ച് ഷേക്ക് ഹാൻഡ് കൊടുത്ത് അവരെ വിടുന്ന നമ്മൾ കണ്ടില്ലേ. അപ്പോൾ സ്വാഭാവികമായി ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാണണം. മോഹൻലാലും ഇന്ദ്രൻസുമായി മത്സരിച്ച് ആ പരാജയപ്പെട്ട മോഹൻലാൽ വിജയിച്ച് ഇന്ദ്രൻസിനെ അഭിനന്ദിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. കാരണം ഈ കാര്യങ്ങൾക്ക് ഉന്നയിക്കപ്പെടുന്ന എതിർപ്പുകൾക്കെല്ലാം തന്നെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കേരളത്തിന്റെ തുറസായ ജനാധിപത്യ സംവിധാനത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ് എന്ന് തറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ OK ജോണി, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ SK സജി, ശ്രീ MA നിഷാദ്, ശ്രീമതി അപർണ ഈ ചർച്ചയുടെ ഭാഗമായതിന്.